നന്നായിക്കൂടെ ഇല്ലെങ്കിൽ നന്നാവും. അതെ, ഈ നന്നാവും പറയുന്ന ആളെ കൊണ്ടുവിടാൻ പോവാണ് നമ്മൾ. നമ്മുടെ കേരള ഹൗസിനോട് ബൈ ബൈ പറഞ്ഞ് BP ഇറങ്ങും കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സമയം താഷ്കണ്ടിൽ 3:45. നമ്മൾ BPനെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം നമ്മൾ യാൻഡെക്സ് ഒക്കെ ബുക്ക് ചെയ്തു. BYD തന്നെ കേട്ടോ ബുക്ക് ചെയ്തത്. നമ്മുടെ ക്യാബിലെ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ചേട്ടൻ നമ്മുടെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഡിക്കിയിൽ വെച്ച് തന്നു. BP, നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ BYD ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? നൈസ് കാർ, നൈസ് സർവീസ്. നിങ്ങളുടെ മിഡിൽ തന്നെ വരും. ഇതാണ് നമ്മുടെ BYDയിലെ ചേട്ടൻ. ഗൈസ്, നൈസ് ലെഗ് സ്പേസ്, അടിപൊളി വണ്ടി. അങ്ങനെ ഏകദേശം 4:15 ആയപ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ടെർമിനൽ കഫേയിലേക്ക് നമ്മൾ ഓടിപ്പോയി. പക്ഷേ ഇതാ ഞങ്ങളോട് നിന്ന് BP ഓടിപ്പോണം. ചെന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. 10 മിനിറ്റിൽ കഫേ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ഫ്ലൈറ്റിൽ നമുക്ക് കുറേ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു BP പോയ ഫ്ലൈറ്റിൽ കുറേ ഉസ്ബെക്ക് പ്ലേയേഴ്സ് പോയിട്ടുണ്ടായിരുന്നു നാട്ടിലേക്കെന്ന്. അങ്ങനെ BP പതുക്കെ ലഗേജൊക്കെ ട്രോളിയിലാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടിക്കയറ്റാൻ നോക്കിയപ്പം നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് കുറേ പേര് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടി കുറച്ച് നേരം അവിടെ വെയിറ്റൊക്കെ ചെയ്തു. ബൈ ബൈ. അങ്ങനെ BPയുടെ ലഗേജ് ചെക്ക് ചെയ്യുന്നപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് നോക്കി നിന്നു. അപ്പോഴും ഞങ്ങൾക്ക് ആ സത്യം അറിയില്ലായിരുന്നു. പിന്നീടാണ് ആ മഹാരഹസ്യം ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുമെന്ന്. അങ്ങനെ BP പോയതിൻ്റെ പുറകെ ഞങ്ങൾ ഉള്ളിൽ കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ ഹോസ്റ്റലിൽ കുറച്ച് പേരൊക്കെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, സമയം കഴിയും തോറും ആളുകൾ കൂടിക്കൂടി വന്നു. എവിടെ നിന്നും? നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ കേട്ടോ. നന്നായിക്കൂടെ ഇല്ലെങ്കിൽ നന്നാവും. നിന്നോടോ എനിക്ക് അറിയാം. എന്നാൽ ഞാൻ നന്നായി നിൽക്കുന്ന കണ്ടില്ലേ നീ? എവിടെ എപ്പോഴാ നന്നായി? അങ്ങനെ BP പോകുന്ന ഫ്ലൈറ്റിൽ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. സമയം കറക്റ്റ് 4:45. അപ്പോഴാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഡിലേഡെന്നൊക്കെ കണ്ടു. പക്ഷേ അത് വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. ഞാൻ നോക്കിയേ, പുറത്ത് വെളിച്ചം വന്നിരിക്കുന്നത് 4:45 കഴിഞ്ഞതേ ഉള്ളൂ. ഉച്ചയായ പോലെ ഉണ്ടല്ലേ. അപ്പോൾ മനസ്സിലായില്ലേ ഉസ്ബെക്കിസ്ഥാനിൽ വളരെ പെട്ടെന്ന് തന്നെ നേരെ വിൽക്കുന്നു. അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം നോക്കി ഞങ്ങൾ കുറേ അലഞ്ഞു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. വെളിച്ചം കണ്ടില്ലേ, ഉച്ച കഴിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ BPയുടെ ബോർഡിങ് കഴിഞ്ഞാൽ കുറേ ടൈം നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ബോർഡിങ് കഴിഞ്ഞപ്പോൾ BPനോട് എയർപോർട്ടിനോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു.